ഹായ് ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ കിടുക്കാച്ചയായിട്ട് കൂട്ടാൻ പറ്റുന്നൊരു കൂട്ടുകറിയാണ് തക്കാളി മസാലക്കറി. ഇതിനാവശ്യമായത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ്, സവോള, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെയാണ്. ആദ്യമായിട്ടൊരു പാത്രം നമ്മൾ അടുപ്പിൽ വെക്കുന്നു, അത് ചൂടാക്കുന്നു. അതിലേക്ക് നമ്മൾ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള വെളിച്ചെണ്ണ നമ്മളതിലേക്ക് ഊറ്റി അതിൽ കടുക് കുറച്ചിട്ട് അതിങ്ങനെ മെല്ലെ മെല്ലെ പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റായിട്ടുള്ള പച്ചമുളക് ആദ്യം വാരിയിടുക. വെറുതെ പൊളന്നതായതാണ്, അതിന് ചെറിയ പൊട്ടലൊക്കെ ഉണ്ടാകും. അതിനകത്തോട്ട് അടുത്തായി വെളുത്തുള്ളി ഇടുക. പിന്നീട് കറിവേപ്പില. ഇതൊക്കെ ഇടുമ്പോൾ സൂക്ഷിക്കണം, എണ്ണ തെറിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സേഫായിട്ട് ചെയ്യുക. ഇത് എണ്ണയെ കിടന്ന് ഇങ്ങനെ തിളയ്ക്കുന്നതാണ് എന്ത് ഭംഗിയല്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അങ്ങ് വാരിയിടുക. സവോള ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് അത് വാട്ടിയെടുക്കാം. നല്ലതായിട്ട് അങ്ങ് വഴറ്റി ഒരു നല്ല പരുവമാക്കിയെടുക്കാം. ചെറിയൊരു സ്പൂൺ വെച്ച് അല്ലെങ്കിൽ തവി വെച്ചോ എന്തെങ്കിലും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി നല്ല രീതിയിൽ ഇളക്കി ശേഷം ഏകദേശം നന്നായിട്ടൊരു അടി കരിയാതെ പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമുക്ക് മസാല അത് റെഡി ആകുന്നപ്പോഴത്തേക്ക് മസാല ഇടാം. ആദ്യം മല്ലിപ്പൊടി, മുളക് പൊടി, അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഏകദേശം മതി. പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കിടുക്കാച്ചി മസാല, ഗരം മസാല നമ്മുടെ ഇവിടെ വീട്ടിൽ പൊടിച്ചതാണ്. ഗരം മസാല അതിനകത്തിട്ട് ഒരു ആവശ്യത്തിന് ഏകദേശം ഞാൻ ഏകദേശം 2-2.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇത്രയും മസാല നമ്മൾ എടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ സവോളക്കുട്ടന്മാരെല്ലാം നല്ലതായിട്ട് വഴണ്ടി കിടുക്കാച്ചിയായിട്ട് കിടക്കുക. അതിലേക്ക് നമ്മുടെ മസാല അങ്ങോട്ട് വാരി അങ്ങ് വിതറുക. എന്നിട്ട് ഒരു തവി വെച്ച് ചെറുതായിട്ട് അങ്ങ് ഇളക്കി ഈ പരുവാക്കിയിടുക. കണ്ടോ, നല്ല ചിക്കൻ കറിയുടെ ഒക്കെ പോലെ ഗ്രേവി പോലെയാണ് ഇരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി അതിനാക്കി അടുത്ത ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചേക്ക് ഇട്ടു. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക, ഇളക്കി. ഇനി നമ്മൾ പുഴുങ്ങി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് ഇതിനകത്തിരുന്നത്. കാരണം പച്ചക്കിട്ട് കഴിഞ്ഞാൽ ഇത് വേഗത്തില്ലല്ലോ, അതുകൊണ്ട് പുഴുങ്ങി വെച്ചേക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിനകത്തിട്ടു. അതും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. തന്നെ കറിയുടെ കളർ കണ്ടോ. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനായിട്ടുള്ള ചൂടുവെള്ളമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ചൂടുവെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇച്ചിരി തീ നമുക്ക് ലേശം ഇച്ചിരി കൂട്ടി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് തിള വീണ്ടും വരും. ഇത് ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പം ഒരു പാത്രം വെച്ച് നമ്മളങ്ങ് മൂടുന്നു. നന്നായിട്ട് തിളർന്ന് തുടങ്ങി, ആവിയൊക്കെ നന്നായിട്ട് പറക്കുന്നുണ്ട്. ഇനി ഇവനെ നമുക്കൊന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് തുറന്ന് നോക്കാം. മൂടി മാറ്റുമ്പോൾ കണ്ടോ അങ്ങ് തിളയ്ക്കുകയാണ് അവൻ കിടന്ന്. മുഖം പൊള്ളിയന് അങ്ങ് തിളക്കുക. നല്ല രീതിയിൽ തന്നെ തിള വരുന്നുണ്ട്.
വെളിച്ചെണ്ണയിലും ആ കിടന്ന മസാല വേകുന്ന ഭംഗി ഒരു വല്ലാത്ത ഭംഗി തന്നെയാണ്. ഇത് നമുക്കൊന്ന് തവി വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഉപ്പെല്ലാം നമ്മൾ ആവശ്യത്തിന് ഇട്ടുള്ളത് കൊണ്ട് എക്സ്ട്രാ നമുക്ക് ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട. കറി ഇപ്പോൾ കണ്ട നമ്മുടെ എന്ത് തിക്നെസ്സിൽ എന്ത് ഭംഗിയിലാണ് ഇപ്പോൾ നമ്മുടെ കറി കാണാനല്ലേ. നമുക്കതൊരു സേവിങ് ബോർഡിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച തക്കാളി മസാല കറി ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് അപ്പത്തിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കും ചോറിനും എല്ലാം കൂട്ടി സ്വാദിഷ്ടമായിട്ട് നമുക്ക് കഴിക്കാം. അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ട് സഹായിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി. തുടർന്ന് ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിൻ്റെ ഓരോ വീഡിയോകളും നിങ്ങൾ വാച്ച് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണും വരെ നന്ദി.